ഹലോ. 2025 എല്ലാവർക്കും നല്ലതായിട്ട് പോകുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ 2024 അവസാനമായപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസിലും സ്റ്റേറ്റസിലും ഒക്കെ കണ്ടൊരു കാര്യമാണ് ഈ വർഷം എന്താ മജോറിറ്റി ഓഫ് അസ് നമുക്ക് പലർക്കും അല്ലെങ്കിൽ ഒരു ഭൂരിഭാഗം ആൾക്കാർക്കും അത്രയ്ക്ക് നല്ലൊരു വർഷമായിരുന്നില്ല എന്ന് തോന്നുന്നു. നല്ലൊരു വർഷം എന്ന് വെച്ചാൽ സന്തോഷങ്ങൾക്കാളും കൂടുതൽ വിഷമങ്ങളോ അല്ലെങ്കിൽ ഒരുപാട് ഡിസപ്പോയിൻമെൻറ്റ്സ് ഉണ്ടായിരുന്ന ഒരു വർഷമായിരുന്നു എന്ന് തോന്നുന്നു 2024 പലർക്കും. ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചൊരു വർഷമാണ്. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. ഒരുപാട് ലെസൺസ്, ഒത്തിരി കാര്യങ്ങൾ ഞാൻ റിയലൈസ് ചെയ്തതും അക്സെപ്റ്റ് ചെയ്തതും. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ലൈഫ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡ്രീം വേൾഡ്, നമ്മൾ മനസ്സിൽ വിചാരിച്ച് വെച്ചിരിക്കുന്ന ഒരു ഡ്രീം വേൾഡ് ഉണ്ടല്ലോ, ഐഡിയൽ കണ്ടീഷൻസ്, ഇന്ന കാര്യങ്ങൾ ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇന്ന ആൾക്കാർ ഇങ്ങനെ ബിഹേവ് ചെയ്യുള്ളൂ, ചിലർ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാർ നമ്മളുടെ അടുത്ത് നമുക്ക് വിഷമം വരുന്ന രീതിയിലൊന്നും പറയത്തില്ല അല്ലെങ്കിൽ ചെയ്യത്തില്ല, അല്ലെങ്കിൽ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ഇരിക്കുന്ന ആൾക്കാരുടെ അടുത്തും നമുക്ക് ഒരുപാട് സന്തോഷം കിട്ടും. അപ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയതും അക്സെപ്റ്റ് ചെയ്തതുമായിട്ടുള്ളൊരു വർഷമായിരുന്നു 2025. പലർക്കും അങ്ങനെ ആയിരിക്കുന്നു എന്ന് തോന്നുന്നു. പ്രതീക്ഷിക്കാത്ത ഒരുപാട് അനുഭവങ്ങളുണ്ടായിരുന്നു, ഞെട്ടിക്കുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, എനിവേ ആ വർഷം കഴിഞ്ഞു. 2025 അറ്റ്ലീസ്റ്റ് ഈ വർഷം 2025 കഴിയുമ്പോഴത്തേക്കും നമുക്ക് പറയാൻ പറ്റണം ദിസ് വാസ് മൈ ഇയർ. ഞാൻ ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നല്ല രീതിയിൽ, ഞാൻ വിചാരിച്ചാലും ഒരുപാട് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയ ഒരു വർഷമാണ് 2025 എന്നെല്ലാവർക്കും പറയാൻ പറ്റട്ടെ. അങ്ങനെ പറ്റും, എല്ലാവർക്കും പറ്റും. അപ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്താ പറയുക, നമ്മൾ ഈ ഓരോ നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ തന്നെ, ഇപ്പോൾ ലെറ്റ്സ് സേ ഒരു തുണി മടക്കി വയ്ക്കുന്ന കാര്യമാണെങ്കിൽ തന്നെ, ഈ മടി എന്നുള്ളൊരു ഫാക്ടർ അല്ലാതെ വേറെ എന്തെങ്കിലും ജെന്യുവൻ റീസൺസ് കൊണ്ടാണ് അത് മാറ്റി വയ്ക്കുന്നെങ്കിൽ ഓക്കെ. പക്ഷെ മടി കാരണം ഞാനിതിപ്പോൾ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചാൽ 2 ദിവസം കഴിയുമ്പോൾ 2 ദിവസത്തെയും കൂടെ തുണി അവിടെ മടക്കാൻ വരും. ഇതൊക്കെ എനിക്ക് 2024 പറ്റിയ അബദ്ധങ്ങൾ എന്ന് വെച്ചാൽ ചെറിയ ചെറിയ കാര്യങ്ങളില്ല, നമ്മൾ എന്താ പറയുന്നത്, പിന്നെ ചെയ്യാം എന്ന് വിചാരിക്കുമ്പോഴത്തേക്കും അതങ്ങ് ഒരുപാടാവും. മടിയൻ മല ചുമക്കും എന്ന് പറയുന്നത് പോലെ. അപ്പോൾ നമ്മൾ കോൺഷ്യസ്ലി അതിന് ശ്രമിച്ചാലേ പറ്റുള്ളൂ. നമ്മളെ ആദ്യമൊക്കെ ഫോഴ്സ് ചെയ്യേണ്ടി വരും. എന്നുവെച്ചാൽ നമ്മൾ കുറേ നാളായിട്ട് ചെയ്ത് വരുന്ന രീതി ഇതെന്നാണ് പിന്നെ ചെയ്യാം, ഇതൊക്കെ അല്ലല്ലോ ഇപ്പോൾ അത്യാവശ്യം. ഇപ്പം ഞാൻ കുറച്ച് നേരം ഫോൺ നോക്കട്ടെ, അല്ലെങ്കിൽ TV കണ്ടേ, അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യട്ടെ. പക്ഷേ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ, നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യാൻ നമ്മൾ പഠിക്കണം എല്ലാവരും. എന്നുവെച്ചാൽ ഒരു ഷെഡ്യൂൾ ഉണ്ടെങ്കിൽ എവറിത്തിങ് ഡസൻ ഗോ ആസ് പ്ലാൻഡ്, അത് വേറൊരു കാര്യം. പക്ഷേ നമുക്ക് എത്രയും നല്ലതായിട്ട് പ്ലാൻ ചെയ്ത് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാൻ പറ്റുമോ അത്രയും നന്നായിട്ട് അത് ചെയ്യാൻ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യണം. ഇപ്പം നമുക്കിപ്പോൾ നമ്മുടെ തന്നെ ഇഷ്ടമില്ലാത്ത പല സ്വഭാവങ്ങളുണ്ടായിരിക്കാം. നമ്മുടെ അടുത്ത് പലരും പറഞ്ഞിട്ടുള്ള നീ ഇന്ന കാര്യം മാറ്റിയാൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചൂടെ, ഇതിങ്ങനെ ചെയ്തുകൂടെ എന്ന് പലരും നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ. അത് നമ്മളെ അവർ എക്സ്റ്റേണലി ഉള്ളൊരു ഇവാലുവേഷനാണ് അല്ലേ. നമ്മളെ കണ്ട് അല്ലെങ്കിൽ നമ്മളെ ഒന്ന് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് അവർ പുറമേ നിന്ന് കാണുന്ന കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പം നമ്മളിൽ എന്തൊക്കെ ചേഞ്ച് വരണം എന്ന് നമ്മളെക്കാട്ടിലും നന്നായിട്ട് വേറൊരാൾക്ക് ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ. അവർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഒരു കറക്റ്റ് ഇതായിരിക്കും. പിന്നെ നമുക്ക് തന്നെ അറിയാവുന്ന പല കാര്യങ്ങളുണ്ടല്ലോ, എൻ്റെ ഈ സ്വഭാവം മാറിയാൽ കുറച്ചും കൂടെ നല്ലതാണ്. അല്ലെങ്കിൽ ഇപ്പം ഞാൻ അങ്ങനെ ഈ 2025 വിചാരിച്ചിട്ടുള്ളൊരു കാര്യമാണ് എൻ്റെ ഓവർ തിങ്കിങ്. എനിക്കത് കുറേയൊക്കെ മാറ്റാൻ പറ്റിയിട്ടുണ്ട് 2024 തന്നെ. പക്ഷെ എന്നാലും ഓവർ തിങ്കിങ്ങിൻ്റെ ഒരു എക്സ്ട്രീം ലെവലായിരുന്നു ഞാൻ ഒരു സമയത്ത്. ഇപ്പം അത്രയില്ല. അപ്പോൾ അത് കോൺഷ്യസ്ലി, അതായത് എന്തെങ്കിലും ഒരു വിഷയത്തിനെ പറ്റി അമിതമായിട്ടൊരു ചിന്ത വരുമ്പോൾ ഞാൻ തന്നെ എൻ്റെ അടുത്ത് പറയും, വേണ്ട, അങ്ങനൊന്നും അല്ല കാര്യങ്ങൾ, അതൊക്കെ ഞാൻ ചിന്തിച്ച് കൂട്ടുന്നതാണ്. പലപ്പോഴും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആക്ച്വലി ഉള്ള ഇഷ്യൂവിനെക്കാട്ടിലും കൂടുതൽ നമ്മൾ ചിന്തിച്ച് വഷളാക്കും കാര്യങ്ങൾ. ശരിക്കും അത്രയൊന്നും ഉണ്ടാവില്ല. നമ്മളൊരു കാര്യത്തിനെ പറ്റി ഇങ്ങനെ ആലോചിച്ച് അയ്യോ ഇതിങ്ങനെയാണ്, അപ്പോൾ ഇങ്ങനെ നടക്കുമ്പം അവരങ്ങനെ പറയും, ഇപ്പം ഇങ്ങനെ പറയും, അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഇതിങ്ങനെ സംഭവിക്കും. ഇങ്ങനെ ഈ ഒരു മരത്തിൻ്റെ വേര് അല്ലെങ്കിൽ അതിൻ്റെ ബ്രാഞ്ചസ് പോകുന്നത് പോലെ നമ്മുടെ തോട്ട്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതാണ് ബേസിക്കലി ഓവർ തിങ്കിങ് എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. എൻ്റെ സ്വഭാവം അതായിരുന്നു. അറ്റ്ലീസ്റ്റ് ഒരു 50% എങ്കിലും മാറ്റാൻ പറ്റിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അങ്ങനെ എന്തെങ്കിലും വരുമ്പം പെട്ടെന്ന് നമ്മൾ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള വേറെ എന്തെങ്കിലും കാര്യം ചെയ്യാം. ഞാൻ അന്നേരം ചെയ്യാറുള്ളത് ചിലപ്പോൾ ഒരു പാട്ട് കേൾക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യത്തിനെ പറ്റി ചിന്തിക്കും, ഇല്ലെങ്കിൽ ഡാൻസ് ചെയ്യും. എന്നുവെച്ചാൽ ആ മൊമെൻറ്റിൽ ആ ഒരു ചിന്തയെ മാറ്റാൻ, ഞാൻ അറിഞ്ഞുകൊണ്ട് മാറ്റാൻ എന്ത് ചെയ്യണോ അത് ചെയ്യും. നമുക്കെല്ലാവർക്കും ഒരുപാട് ഹോബീസ് ഉണ്ടാവുമല്ലോ. ചിലർ വായിക്കും, ചിലർ എഴുതും, പാടും, ഡാൻസ് ചെയ്യും, അങ്ങനെ ഒരുപാട് ഹോബീസ് ഉണ്ടല്ലോ. അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക. ഇല്ലെങ്കിൽ അതിനെ റിവേർട്ട് ആയിട്ട് ആലോചിക്കുക. അതായത് ഇപ്പം നമ്മൾ നെഗറ്റീവായിട്ടാണ് ആലോചിക്കുന്നതെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് വശം അല്ലെങ്കിൽ അതിനെ പോസിറ്റീവായിട്ട് ചിന്തിക്കാം.
ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം ക്യാഷ് സ്പെൻഡ് ചെയ്യുന്ന കാര്യം തന്നെ വിചാരിച്ചോ. നമ്മളിങ്ങനെ പൊതുവെ പറയുമല്ലോ, കയ്യിലോട്ട് വന്ന ഉടനെ അതാ പോയി. മറ്റേ എന്താണ് അദ്ദേഹത്തിൻ്റെ പേരെനിക്ക് ഓർമ്മ വരുന്നില്ല, ഈ ക്ലാസ്സസ് എടുക്കുന്ന ഒരു കോച്ച്, ഗുരുവായൂർ, പേര് ഓർമ്മ വരുന്നില്ല. അദ്ദേഹം പറഞ്ഞ പോലെ വരുന്ന ഉടനെ പോയി എന്ന് വിചാരിക്കാതെ ഒരാവശ്യം വന്നപ്പോൾ, ലെറ്റ്സ് സേ ഒരാൾക്കൊരു സുഖമില്ലാതെ വന്നപ്പോൾ നമ്മുടെ കയ്യിൽ കൊടുക്കാൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ ഉണ്ടായിരുന്നല്ലോ എന്ന് വിചാരിക്കുന്നത് പോലെ. സോ അതായത് ആ ഇത്രയും സ്പെൻഡ് ആയല്ലോ എന്ന നെഗറ്റീവ് തോട്ടിനെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്കത് കൊടുക്കാൻ പറ്റിയല്ലോ എന്നുള്ളൊരു പോസിറ്റീവ് തോട്ടിലോട്ട് കൊണ്ടുവരാം. അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഹാപ്പനിങ് ഇയർ ആക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ പോസ്റ്റ്പോൺ ചെയ്യാതിരിക്കുക മാക്സിമം കാര്യങ്ങൾ. അപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അപ്പോൾ ഉടനെ തന്നെ ചെയ്യുക. പിന്നെ പ്രയോറിറ്റൈസ് ചെയ്യുക. എങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ എങ്ങനെ ചെയ്താൽ, ഈ ഓർഡറിൽ ചെയ്താൽ എനിക്ക് ഒരു ദിവസത്തെ കാര്യങ്ങളെല്ലാം ചെയ്യും, ഡേ അറ്റ് എ ടൈം. അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഒരുപാട് നാളത്തേക്കൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യാതെ ഓരോ ദിവസവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മൾ ശ്രമിക്കാം. അപ്പോൾ നെക്സ്റ്റ് തിങ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ടേക്ക് റെസ്പോൺസിബിലിറ്റി ഓഫ് യുവർ ഓൺ ലൈഫ്. നമ്മളുടെ ലൈഫ് നന്നാക്കാൻ ഉള്ള ഉത്തരവാദിത്വം നമുക്കാണ്, വേറെ ആർക്കും അല്ല, അല്ലേ? ബാക്കിയുള്ളവർക്ക് സജസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. മാറണം അല്ലെങ്കിൽ നല്ലതാവണം എന്ന് വിചാരിക്കേണ്ടത് നമ്മളാണ്. നമ്മളിപ്പോൾ ഹോസ്റ്റലിൽ പോയി നിൽക്കുമ്പോൾ ലോക്കൽ ഗാർഡിയൻ എന്ന് പറയുമല്ലോ, നമ്മുടെ പാരൻസ് അവിടെ ഇല്ല എങ്കിൽ ലോക്കൽ ഗാർഡിയൻസിനെ ഹോസ്റ്റലിൽ വെക്കില്ലേ, അതുപോലെ നമ്മുടെ ഗാർഡിയനാണ് നമ്മൾ. സോ നമ്മുടെ കാര്യങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മൾ സന്തോഷിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നല്ല രീതിയിൽ ചെയ്യുക എന്നുള്ളത്, ഇതൊക്കെ നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ നമ്മൾ എത്രയും നമ്മളോട് റെസ്പോൺസിബിൾ ആകുന്നോ അത്രയും നല്ല രീതിയിൽ നമ്മുടെ ലൈഫിനെ കൊണ്ടുപോകാൻ പറ്റും. സോ അതേപോലെ നെക്സ്റ്റ് തിങ് ഇസ് ക്ലാരിറ്റി ഓഫ് തോട്ട്. നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നല്ലത് മാത്രമാവട്ടെ, അറിഞ്ഞുകൊണ്ട് നല്ലത് ചിന്തിക്കുക. ഇപ്പം എല്ലാവർക്കും അങ്ങനെ പറ്റുമോ എന്ന് ചോദിക്കും, അല്ലെങ്കിൽ എല്ലാവർക്കും അങ്ങനെ പറ്റുമെന്നില്ല. എപ്പോഴും നമ്മളൊക്കെ മനുഷ്യരല്ല, ഇതൊക്കെ എപ്പോഴും നടക്കുന്ന കാര്യമാണോ? എല്ലാവർക്കും ഫീലിങ്സ് ഇല്ലേ? ഓഫ് കോഴ്സ് എല്ലാവർക്കും ഫീലിങ്സ് ഉണ്ട്. ആൻഡ് ഫീൽ യുവർ ഫീലിങ്സ്, അക്സെപ്റ്റ് യുവർ ഫീലിങ്സ്, അക്നോളജ് യുവർ ഫീലിങ്സ്. അതിനെ ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് കളയണ്ട. ഓക്കെ, ഐ എം ഫീലിംഗ് ബാഡ് നൗ, ശരി, എനിക്കത് സങ്കടം വരുന്നുണ്ട്, ബട്ട് ദാറ്റ്സ് ഓക്കെ. അതിനെ അക്സെപ്റ്റ് ചെയ്യുക, അക്നോളജ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അത് പോവുള്ളൂ. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ വിഷയം മാറ്റി വിടുമ്പോൾ, കൊച്ചു കുട്ടികളെ ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മൾ ചെറിയ എന്തെങ്കിലും കാര്യം പറയുന്ന സമയത്ത് അപ്പോൾ അവരൊന്ന് മാറുമായിരിക്കും, പിന്നെയും ദേ കം ബാക്ക് ടു ദ സെയിം തിങ്, അല്ലേ? അതേപോലെ അതിനെ അങ്ങ് അക്നോളജ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ അതങ്ങ് പോയിക്കോളും. സോ ദ ക്വാളിറ്റി ഓഫ് യുവർ ലൈഫ് ഡിപ്പെൻഡ്സ് ഓൺ ദ ക്വാളിറ്റി ഓഫ് യുവർ തോട്ട്സ്. അപ്പോൾ അതൊരു ഹാപ്പനിങ് ഇയർ ആവട്ടെ എല്ലാവർക്കും. എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ്, സാധാരണ ഇത്രയും നാളെ ഞാൻ ഇങ്ങനെയൊന്നും അല്ല ചെയ്തത്, ആയിക്കോട്ടെ, ഇത്രയും നാളും അങ്ങനെയല്ല ചെയ്തത്, ഇനി ചെയ്യാമല്ലോ, മാറ്റം പ്രകൃതി നിയമമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ ഇതിന് മുമ്പുള്ള വർഷങ്ങളിലെ ഒന്നും അല്ലാത്ത ഒരു പുതിയ രീതിയിൽ, നല്ല രീതിയിൽ കാര്യങ്ങൾ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് നോക്കാം. എല്ലാം ഒന്ന് ഫാക്ടറി സെറ്റിങ്സൊക്കെ ഒന്ന് മാറ്റി, എന്താ പറയുന്നത്, ട്രാഷിനകത്ത് കിടക്കുന്ന ഫയൽസൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് റിഫ്രഷ് ചെയ്ത് ഫോണൊക്കെ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്യുന്ന പോലെ നമ്മുടെ ലൈഫിനെ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ മതി. പല കാര്യങ്ങളും റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പം ബാക്കി മെനി തിങ്സ് വിൽ ഫോൾ ഇൻ പ്ലേസ്. നമ്മൾ കബോർഡിലെ സാധനങ്ങൾ അടുക്കി വെക്കുമ്പോൾ അങ്ങനെയല്ലേ, ഒരു പ്രത്യേക രീതിയിൽ അടുക്കി വെക്കുമ്പോൾ എല്ലാത്തിനും അതിനകത്ത് ഫിറ്റാവും. അതങ്ങനെ ഇങ്ങനെയൊക്കെ കിടന്നു കഴിഞ്ഞാൽ എന്താ എവിടെ ഏതാ നമുക്ക് മനസ്സിലാവില്ല, അല്ലേ? സോ ലെറ്റ് 2025 ബി എ വെരി വെരി ഹാപ്പനിങ് ഇയർ ടു എവ്രി വൺ ഓഫ് അസ്. നല്ല രീതിയിൽ പോട്ട കാര്യങ്ങളൊക്കെ. വീഡിയോ ലെങ്ത് കുറച്ച് കൂടുതലാണ്, ബട്ട് ഐ ആം ഷുവർ ഇറ്റ് വിൽ ബി വർത്ത് വാച്ചിങ്. ഇതിപ്പോൾ ഓൾറെഡി എല്ലാവരും 2025 ആയപ്പോഴേ പറഞ്ഞിട്ടുണ്ടാവും. പേളി മാനയുടെ ഒരു അടിപൊളി വീഡിയോ ഉണ്ട് വിഷൻ ബോർഡിനെ പറ്റി, അതൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയാൽ ഉഗ്രനാണ്. പണ്ട് ട്രൈ ചെയ്ത് സക്സസ്ഫുൾ ആയതാണ്, അതുകൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ശരി.